ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സ്നാക്ക് ഉണ്ടാക്കുന്ന തിരക്കായിരിക്കുമല്ലേ. നമ്മൾ ഇന്നിതാ ഒരു സ്പെഷ്യൽ സ്നാക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സോസും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സോസ് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തില്ല. ഞാൻ പകുതി ആയപ്പോഴാണ് വിചാരിച്ചത് ഇതിൻ്റെ വീഡിയോ കൂടി എടുക്കുക എന്നുള്ളത്. കാരണം ഇത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ റെസിപ്പിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു സോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതാ ഇവിടെ ഞാൻ കാണിക്കുന്നത്. ആദ്യം കുറച്ച് സവാളയും വെളുത്തുള്ളിയും ഒക്കെ എണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുത്തതാണ്. അത് നല്ലോണം ഒരു ബ്രൗൺ കളർ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി നന്നായി വേവിച്ച് അത് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ തക്കാളീൻ്റെ കൂടെ ഞാൻ കുറച്ച് മറ്റേ കാശ്മീരി മുളകുണ്ടല്ലോ, കാശ്മീരി ചില്ലി, അതും കൂടി ഇട്ട് നന്നായി അരച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 2-2.5 കിലോളം തക്കാളി ഉണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അധികം സ്നാക്കിൽ ഞാൻ ഡിപ്പായിട്ടും പിന്നെ എന്തെങ്കിലും മോമോസ്, പിസ്സ അങ്ങനത്തെയൊക്കെ റെസിപ്പിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇന്നത്തെ സ്നാക്കും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ ചെമ്മീനാണ് കേട്ടോ. ഇന്ന് ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഞാൻ ഫ്രോസണിൽ വെച്ചതാണ്. കുറച്ച് മുന്നേ ഞാൻ ഇത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ബാക്കി വെച്ചു. ഞാൻ ഒരു വീഡിയോ എടുക്കാനുള്ള ടൈം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെമ്മീനിലേക്ക് മുളക്, മഞ്ഞൾപ്പൊടി, സാധാരണ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഇടുന്ന എല്ലാ സാധനവും ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ചെമ്മീൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സോസും കൂടി നോക്കുന്ന സോസിൽ നല്ലോണം വറ്റി കുറച്ച് ആ ഒരു വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കുറയണം കേട്ടോ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മസാല ചെമ്മീനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സോസിലോട്ട് വേണ്ട കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഓൾറെഡി കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ ആണ് കേട്ടോ അത് 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് പാപ്രിക്ക പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് ഇത് എല്ലാം ചേർത്തത്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് അത് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോസ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ചെറിയ പണി നമുക്ക് ആ ഒരു ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വേണ്ട അതുപോലെ ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ചെമ്മീനുണ്ടല്ലോ, അത് ചൂടെല്ലാം ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഓവർ പൊടിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ കറക്കിയെടുത്താൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് മസാലയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാളേൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കീറിയിട്ടിടണേ. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, മീനായതുകൊണ്ട്. ഇത് മീൻ കൊണ്ട് ഉണ്ടാക്കണമെന്ന് തന്നെ നിർബന്ധമില്ല കേട്ടോ. ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ആയെങ്കിലും. അപ്പോൾ മീൻ ഇഷ്ടപ്പെടുന്ന ആളും മീൻ കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു ലൈറ്റ് ഒന്ന് കളറ് മാറുന്ന സമയത്ത് നമുക്ക് മറ്റ് സാധനമെല്ലാം ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. ഒരു 4-5 പച്ചമുളക് ചെറുതായി കയറിയിട്ട് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ വേറെ എരിവിനായിട്ട് ഞാൻ അധികം ചേർക്കുന്നില്ല. നമ്മുടെ ചെമ്മീനിലും മുളകെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് പാകമായിട്ടുണ്ടാവും. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ഈ ഒരു രീതിയിൽ എല്ലാം പൊടിഞ്ഞിട്ടില്ല എന്നാൽ പൊടിയാതെയില്ല, അങ്ങനെയാണ് കേട്ടോ ആക്കിയത്. അത് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീനിൽ ഉപ്പൊക്കെ ചേർത്തതുകൊണ്ട് ചെമ്മീൻ ചേർത്തതിന് ശേഷം ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ മീൻ ആയതുകൊണ്ടാണ് കേട്ടോ തേങ്ങ എടുത്തത്. നിങ്ങൾ ചിക്കനാണ് എടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങേൻ്റെ ആവശ്യമില്ല. തേങ്ങേൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ തേങ്ങ പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊടിച്ചെടുത്ത്, നല്ലോണം പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന്. അതും ഈ ഒരു ചെമ്മീൻ്റെ ആ ഒരു ടൈപ്പ് തന്നെ, ഒരു ഓവർ പൊടിയാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ സമയത്ത് നമ്മളത് മാറ്റി വെച്ച് പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചെടുത്തതാണ്, വറുത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്തത്.
അപ്പോൾ അത് ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങയും കൂടി ചേർക്കാം. ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ഗരം മസാലയൊന്നും അധികം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ഈ ഒരു ഫ്ലേവർ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മസാല ഇവിടെ റെഡിയായി. നന്നായി മിക്സ് ആക്കാം. അപ്പോൾ ഞാൻ ഇനി ചൂടാക്കുന്നില്ല കേട്ടോ, ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇവിടെ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു മാവ് കറക്റ്റ് ആയില്ലെങ്കിലില്ല, നമ്മൾ സ്നാക്ക് നല്ലോണം ഓയിലി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ ഓവർ വെള്ളമാവാൻ പാടില്ല, കട്ടിയാവാൻ പാടില്ല, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇത് നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിലായതുകൊണ്ട് എനിക്ക് വളക്കാനുള്ള ടൈമും കിട്ടിയില്ല. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് എടുത്തിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ. ഞാനിവിടെ ഉപ്പിടാനും വിട്ടുപോയതാണ്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം, നന്നായി മിക്സാക്കിയെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് പാനിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വട്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വലിയ വട്ടാക്കണ്ട, ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ സൈഡേക്കായിട്ട് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല നടുഭാഗത്താക്കാതെ സൈഡിലേക്ക് ആക്കണം. അപ്പോൾ നമ്മൾ മടക്കുന്ന സമയത്ത് എളുപ്പത്തിൽ മടക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നടുഭാഗത്താകുമ്പോൾ മടക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ അതുമല്ല, ചൂടോട് കൂടിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് അത് ഒട്ടി കിട്ടും. അപ്പോൾ അത് 2 ഭാഗത്തും തിരിച്ചും മറിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് അത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരേ പാനിൽ 2-3 എണ്ണം ചെയ്തെടുക്കാം കേട്ടോ, വലിയ പാനാകുമ്പോൾ. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രം ആക്കിയിട്ട് നമ്മൾ ഒന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ചൂടോടെ ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മസാലയൊക്കെ ഇട്ട് അത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ ഒട്ടിക്കിട്ടും. പിന്നെ വലിയ പാൻ എടുത്തെങ്കിൽ നമുക്ക് 2-3 എണ്ണം ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ടായിട്ട് മസാല ഇട്ട് കൊടുത്താൽ മതി. ഇനി മടക്കിയിട്ട് 2 ഭാഗവും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഓവർ പൊരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്യാം, പിന്നെ ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാനും അങ്ങനെ മതി, അധികം ഓയിലൊന്നും ഇല്ലാതെ. അപ്പോൾ ഇതിൽ കോൺഫ്ലവറെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പുറന്തോട് അധികം സോഫ്റ്റ് അല്ലാതെ ഒരു ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തിട്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇനി ഇതിലോട്ട് കുറച്ചൊന്ന് പാൽ ഒഴിച്ച് കൊടുക്കുക, ഓവർ ഒഴിക്കല്ല, കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കുനാഫ ഡോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുനാഫയുടെ ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിന് പകരമായിട്ട് ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലാം സെപ്പറേറ്റ് ആക്കിയ ശേഷം നമുക്ക് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു കുനാഫ ഡോയിലും കൂടെ ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്താക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം അതിൽ നിന്നെടുത്ത് കുനാഫ ഡോയിലേക്ക് ഇട്ട് എല്ലാ ഭാഗത്തൊക്കെ ആക്കിയിട്ട് നമ്മൾ നന്നായി കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, വെർമിസെല്ലി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നല്ലൊരു ക്രിസ്പി ഉണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഫ്രൈ ചെയ്യണമെന്ന് തന്നെ ഇല്ല, നമുക്ക് എയർ ഫ്രൈയിൽ ചെയ്തെടുക്കാം, ഓവനിൽ ചെയ്തെടുക്കാം, അങ്ങനെയെല്ലാം റെഡിയാക്കാം. അപ്പോൾ അതായത് നല്ല ചൂട് എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. നല്ല തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ക്രിസ്പി കിട്ടുന്നത്. മസാല ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. നല്ല ക്രിസ്പിയും ഉണ്ട്, പിന്നെ ഓയിൽ കൂടുതൽ പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വെക്കുമ്പോൾ അതിൽ അടിയിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഓയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കെ.